ചെമ്പകമംഗലം എന്റെ സ്വന്തം കുടുംബമായി ഞാൻ കരുതി. രാജലക്ഷ്മി അമ്മ എന്റെ സ്വന്തം അമ്മയും, ജനാർദ്ദന കൈമൾ എന്റെ അച്ഛനും. സാവിത്രി എന്റെ അനുജത്തി, ജഗദീഷന്റെ കുഞ്ഞാങ്ങള, രാമേട്ടൻ എന്റെ കൂടപ്പുറപ്പിന്റെ ഭർത്താവ്, മാലതി എന്റെ നാത്തോനും. ഈ സങ്കല്പങ്ങളില ഞാൻ സന്തോഷിച്ചതും ഇവിടെ ജീവിച്ചതും. ഇപ്പൊ അതെല്ലാം തകർന്നിരിക്കുന്നു. അമ്മയ്ക്ക് ഞാൻ ഒരു ഭാരമായിരിക്കുന്നു. മോളെ, അമ്മയ്ക്ക് ഞാൻ അന്യായിരിക്കുന്നു. അമ്മ എനിക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നു. എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ അമ്മയ്ക്കൊരു ശല്യം തീരുമല്ലോ. നന്ദിനി, മോളങ്ങനെയൊന്നും പറയരുത്. അമ്മ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അമ്മ എനിക്ക് കല്യാണം ആലോചിക്കോ? ചെമ്പകമംഗലത്ത് ജീവിക്കുമ്പോഴാ ഞാൻ നന്ദിനി. അല്ലാത്തപ്പോ ഞാൻ ആർക്കും വേണ്ടാത്തൊരു ജന്മോ, ഒരനാഥ പെണ്ണ്. ഇവിടെ ഞാൻ അന്യായി. സത്യത്തിൽ എന്തിനാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്റെ പൊന്നു മോള്, എന്റെ മോളെ, അമ്മയെ നീ ശപിക്കല്ലേ. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്തരം സ്വപ്നങ്ങളൊക്കെ എന്നെ ഞാൻ കരിച്ചു കളഞ്ഞു അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പമുള്ള ഒരു ജീവിതം, അത് മാത്രമാണ് എന്റെ സ്വപ്നം. എന്റെ വൈകമോളുടെ അമ്മൂമ്മയായി അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ അമ്മ? മോളെ, മോളെ നന്ദിനി, ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഗിരി ചെറുപ്പകാലത്തെ നിന്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോ അമ്മ തെറ്റിദ്ധരിച്ചു അവനോട് നിനക്ക് വലിയ ഇഷ്ടമുണ്ടോന്ന്. ഞങ്ങളൊക്കെ പഴയ മനുഷ്യരില്ല മോളെ. ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പഴയ കാലത്തിൽ ജനിച്ചവർ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ രീതികളൊന്നും ഞങ്ങൾക്ക് വശമില്ല. എനിക്ക് ഗിരിയോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അച്ഛാ. എന്റെ മോളെ, അമ്മയോട് ക്ഷമിക്കേ. ഞാൻ നിനക്ക് കല്യാണവും ആലോചിക്കുന്നില്ല, ഒരു ചുക്കും ആലോചിക്കുന്നില്ല. ദേ, നീ ആ കെട്ടുവെച്ചിരിക്കുന്ന ബാഗുകളൊക്കെ എടുത്ത് അലമാരയെ കൊണ്ടുവയ്ക്കേ. ഇല്ല, ആ ബാഗുകൾ ഞാൻ തിരികെ അലമാരയിൽ വയ്ക്കില്ല. അത് ആശ്രമത്തിലെ അന്തേവാസികൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സുകളാ.
പോകുന്നില്ല. അവരെ വന്ന് കൊണ്ടുപോയിക്കോളും. മോളെ ഇതിൽ പരം വിശുദ്ധിയുള്ള ഏട്ടത്തിയെ ആർക്ക് കിട്ടും? സീതാദേവിക്ക് കാഞ്ചന സീത എന്ന പേരുണ്ട്. എന്റെ ഏട്ടത്തിക്കോ? അപ്പോ എന്താ അമ്മയുടെ പേര്? ഞാൻ പറയാം. മോള് പറ. ദേവി. പൂക്കളെ വാനിലെ പനിനീർപ്പൂവുകളെ പകലിന്നോ. സംശയം എന്താ? ചെമ്പകമംഗലത്തെ മഹാലക്ഷ്മി തന്നെ നന്ദിനി. എൻ്റെ അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അമ്മ ഗിരിയങ്കണ്ണ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടുള്ള വിഷമത്തിലായിരിക്കും. അച്ഛൻ മണി 10 എഴുന്നേൽക്കാത്ത എന്താ? അച്ഛന്റെ മുഖം എന്താ വാടിയിരിക്കുന്നെ? എന്താ സങ്കടാണോ? ഒന്നുമില്ല. എന്നോട് പറയുന്നത് എന്തിനാ അച്ഛാ? അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനാണെന്ന്. ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു മോളെ. ഇങ്ങനെയൊക്കെ പറയാതച്ഛാ. കേസ് കോടതിയിലല്ലേ? ആ കേസ് അച്ഛൻ അനുകൂലമായിട്ട് വിധിക്കും. പേടിക്കണ്ട. കേസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ എന്തിന്റെ കാര്യത്തിൽ അച്ഛന് ടെൻഷൻ? ഏതോ ഒരു വലിയ കാര്യം അച്ഛന്റെ മനസ്സിനെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. പറയച്ചാ. ഏയ് ഒന്നുമില്ല മോളെ. ഉണ്ട്, ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ? അമ്മ കല്യാണം കഴിച്ചു പോവെന്നുള്ള സങ്കടമാണോ അച്ഛന്? അതാണ് എന്റെ അച്ഛന്റെ പ്രശ്നം. എനിക്ക് ദേവിയെ മറക്കേണ്ടി വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. സാഹചര്യമൊന്നും പറയണ്ട. തെറ്റുകളൊക്കെ തെറ്റുകൾ തന്നെയാ. മോളും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ വന്നതേ ഒരു ഗുഡ് ന്യൂസ് പറയാനാ. ഗുഡ് ന്യൂസോ? അമ്മ മുത്തശ്ശിയോട് ആ കല്യാണത്തെ എതിർത്തു. തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവെന്ന് അമ്മ പറഞ്ഞു.
മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ നടന്ന കാര്യം അതുപോലെ വിശദീകരിക്കാം. അതായത് അമ്മേനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കുവോ? നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്തരം സ്വപ്നങ്ങളൊക്കെ എന്നെ ഞാൻ കരിച്ചു കളഞ്ഞു അമ്മ. ഞാൻ നിനക്ക് കല്യാണവും ആലോചിക്കുന്നില്ല, ഒരു ചുക്കും ആലോചിക്കുന്നില്ല. അച്ഛനമ്മയെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മറക്കാനുള്ള വലിയ മനസ്സ് അമ്മയ്ക്കുണ്ട്. അതെ, അതൊക്കെ എനിക്കറിയാം. അതാ അവൾ എന്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ ഒറ്റ വിഗ്രഹമേ ഉള്ളൂ, അത് അച്ഛനാ. ഓ, പ്രണയം പ്രണയം, വയസ്സാം കാലത്തെ പ്രണയം. പൊടി കൊടുന്നു. ആ ഇട്. സാറിന് പിന്നെ മനസ്സിലായോ? ACP സാറിന്റെ ഭാര്യയെ കൊണ്ട് മുങ്ങിയ റാസ്കളല്ലേ, ഒത്തിരി ചുറ്റിച്ചതല്ലേ. ആ പഴയ കലിപ്പ് ഇപ്പൊ അങ്ങ് തീർത്തേക്കാം. സ്റ്റോപ്പ് ഇറ്റ്. സാർ, എന്താ ഇയാൾ ചെയ്ത കുറ്റം? ഇവൻ ചെയ്തതൊക്കെ സാറിനോടല്ലേ? അവളോട് നിങ്ങൾ റിവെഞ്ചിന് ചെന്നാ അവക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ACPക്ക് പലത് നഷ്ടപ്പെടും. നമ്പർ 1, നിങ്ങളുടെ അഭിമാനം. എന്നോട് ചെയ്തതിനുള്ള ശിക്ഷ ഇവനും അവളും കൂടെ അനുഭവിച്ചോളും. ഇവനെ വിട്ടേക്ക്. സാർ, നന്നായി പെരുമാറിയിട്ടുണ്ടല്ലോ. ഇവൻ ചത്തുപോയാലേ എന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊന്നതാണെന്നേ വരൂ. സാർ അനുഭവിച്ച വേദനയ്ക്ക് നാണക്കേടിനും ഇത്രയെങ്കിലും ഇവനിട്ട് കൊടുത്തില്ലെങ്കിൽ സാറിനോട് ഞങ്ങൾക്കെന്ത് കടപ്പാട്. എന്തായാലും ചീട്ടുകളി സ്ഥലത്ത് നിന്ന് ഇവനെ പിടികൂടിയ വിവരം ഇവന്റെ വീട്ടിൽ അറിയിച്ചേക്ക്. സാർ, പിന്നെ ഇതൊരു സാധാരണ കേസായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ സാർ. ഇവനെ കൊണ്ടുപോയിക്കോ, ഞാനും പുറകെ വരാം. പിടിച്ച് കേട്ടോ.
മാനം മര്യാദയ്ക്ക് ഒരു പോലീസുകാരന്റെ ഭാര്യയായിട്ട് ജീവിച്ചിരുന്ന കൊച്ച അതിനെയും തട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിട്ടിട്ട് അവൻ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്നു. ഇപ്പതേ പോലീസും പിടിച്ചു. നീ ഒറ്റ ഒരുത്തി ആ ചെറുക്കനെ ഇങ്ങനെ വഷളാക്കിയത്. ഞാൻ എന്തോ ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? ചോദിക്കുമ്പോ നീ കാശെടുത്ത് കൊടുത്തിട്ടല്ലേ അവനിങ്ങനെ കൂത്താടി നടക്കുന്നത്. അവന് മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ടാ അവൻ കുടിച്ചു കൂത്താടി നടക്കുന്നത്. അതിന് ഞാൻ എന്തോ ചെയ്യാനാ? ദൈവമേ, പോലീസിന്റെ കയ്യിലാ കിട്ടിയിരിക്കുന്നത്. എല്ലാ വൈരാഗ്യങ്ങളും വച്ച് അവരിടിച്ച് ഇഞ്ച പരുവത്തിലാക്കും. വിഷമിക്കണ്ടമ്മേ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ചീട്ടുകളിയൊന്നും അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ ജാമ്യം എടുത്ത് അവനെ തിരികെ കൊണ്ടുവരും. അയ്യോ വേണ്ട മോളെ, നീ അങ്ങ് പോണ്ട. നിന്നെ കൂടെ പിടിച്ചവരകത്തിടും. ഞാൻ പോവാം മോളെ സ്റ്റേഷനിലേക്ക്. ആ, നിങ്ങളെ കണ്ട ഉറപ്പായിട്ടും പോലീസ് ഇടിക്കും. കള്ള ലക്ഷണമല്ലേ നിങ്ങളുടെ മുഖത്ത്? ഞാൻ പൊയ്ക്കോളാം. മോളെ മോൾ ഇങ്ങോട്ട് ഇറങ്ങണം. അയ്യോ പോലീസ്! ഓടിക്ക് മനുഷ്യ! പോ. വൈശാഖേ, നിന്നെ കാർത്തി ഒത്തിരി തല്ലിയല്ലേടാ? ഇല്ല, കാർത്തി എന്നെ തല്ലിയില്ല. കാർത്തിയ എന്നെ രക്ഷിച്ചത്. എന്റെ മോനെ, നീ ഈ തറവാടിന്റെ മാനം തകർത്തല്ലോടാ. തറവാടോ? ഏത് തറവാട്? ഈ കൂതറ തറവാട്ടിൽ ജനിച്ചു പോയതുകൊണ്ടാ ഞാൻ നശിച്ചു പോയത്. കേക്ക് എനിക്ക് വയ്യോ. ഇടികൊണ്ട് എല്ലൊടിഞ്ഞു വന്ന് എന്നോട് പറയുക തറവാട് തകർത്തെന്ന്. വൈശാഖേ, നീ വാ. പതുക്കെ. അയ്യോ, ഒന്നുമില്ല. എന്നെ എവിടെയെങ്കിലും ഒന്ന് കിടത്ത്, എനിക്ക് വയ്യ. ദൈവമേ, എന്റെ കുഞ്ഞിനെ ആ കാർത്തി തല്ലി കൊല്ലാറാക്കി. ഇതിന് ഞാൻ അവനോട് പകരം ചോദിക്കും, നോക്കിക്കോ. പതുക്കെ. മോനെ ഗിരി, അമ്മേ ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഗിരി എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോട് മാപ്പ് പറയുന്നു? എന്ത് കാര്യത്തിന്? എന്നെ വിഷമിപ്പിക്കല്ലേ അമ്മേ. അതല്ല ഗിരി, ഗിരിയെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. നന്ദിനിയുമായി ആലോചിക്കാതെ
ഞാൻ ഈ വിവാഹകാര്യം ഗിരിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല അമ്മേ. അമ്മ ആർക്കും ദോഷം വരുത്താനല്ലല്ലോ അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വന്നത്. നല്ലതിനല്ലേ? അതല്ല, ഞാൻ ഗിരിയെ കളിയാക്കിയതുപോലൊരു തോന്നല്. എനിക്ക് ആ തോന്നലില്ലെങ്കിലോ? അതൊക്കെ പോട്ടെ, അമ്മ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുകളാ. വിട്ടുകളയാനൊന്നും പറ്റില്ല. ഗിരി എനിക്ക് മകനെ പോലെ തന്നെയാ. ഗിരി ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണം. ഞാൻ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാൻ പോവുക. അമ്മേ, ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാ. അമ്മ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ചെറുതായി ഒന്ന് മോഹിച്ചു പോയി. അത് സത്യ. കുട്ടിക്കാലം മുതല് ഞാൻ കാണുന്നൊരു പെൺകുട്ടിയാ നന്ദിനി. നന്ദിനിയുടെ സ്വഭാവം എനിക്കിഷ്ട. മോഹിച്ചത് അതുകൊണ്ടാ. ഓരോരുത്തർക്കും ഓരോ തലവിധിയല്ലമ്മേ. എനിക്കൊരു വിവാഹ ജീവിതം ദൈവം വിധിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ.